നമസ്കാരം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് നിതിന്റെ ഫോൺ പരിശോധിക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഉള്ളത്. നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റ് മുൻപുള്ളതാണ് ഈ ദൃശ്യം. ലോൺ ആപ്പിൽ നിന്നും നിരന്തരമായി ഭീഷണി സന്ദേശങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ലത ടീച്ചർ പ്രിൻസിപ്പലിന് പരാതി നൽകുന്നുണ്ട്. ആ സമയത്തും ടീച്ചർക്ക് കോൾ വരുന്നുണ്ട്. പ്രിൻസിപ്പൽ ലോൺ ആപ്പുകാരോട് സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിതിൻ രാജ് പ്രിൻസിപ്പലിന് വിവരിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ടീച്ചറുടെ നമ്പർ റെഫറൻസ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതിന് ആവശ്യപ്പെടുമ്പോഴും ലോൺ ആപ്പുകാർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പേയ്മെന്റ് പൂർത്തിയാകാതെ ആരുടെയും നമ്പർ ഒഴിവാക്കില്ലെന്നാണ് ഭീഷണി. സംഭവത്തിൽ കുറ്റാരോപിതരായ അധ്യാപകർ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ആത്മഹത്യയിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയാകാം നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ അധ്യാപകരുടെ വാദം. ഈ വാദത്തിന് പിന്നാലെയാണ് CCTV ദൃശ്യങ്ങളും പുറത്തുവന്നത്. നിതിന്റെ മരണത്തിൽ പങ്കില്ല എന്നും ആത്മഹത്യയ്ക്ക് കാരണം ലോൺ ആപ്പിന്റെ ഭീഷണി മൂലമാണെന്നും അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംഭവ ദിവസം പ്രിൻസിപ്പലിന്റെ റൂമിൽ താൻ ഇല്ലായിരുന്നുവെന്നും റാം ഹർജിയിൽ പറയുന്നു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഡോക്ടർ റാമും സംഗീതയും ഇതുവരെയും ഒളിവിലാണ്. ഇരുവരെയും പിടികൂടാൻ വൈകുന്നതിൽ പോലീസിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. MK റാമിനെയും സംഗീതയെയും കോളേജ് സസ്പെൻഡ് ചെയ്യുകയും റാമിനെ കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് പുറത്താക്കുകയും ചെയ്തിരുന്നു. പ്രതികൾ കർണാടകയിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവം നടന്നിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ വിവിധ സംഘടനകൾ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 10 ഉച്ചയ്ക്ക് 1:30 നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടിയത്. മെഡിക്കൽ കോളേജ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ അന്നേ ദിവസം വൈകിട്ട് മരണമടയുകയും ചെയ്തു. വകുപ്പ് മേധാവി റാം മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് നിതിൻ നേരത്തെ തന്നെ കുടുംബത്തെ അറിയിച്ചിരുന്നു. നിറത്തിന്റെയും ജാതിയുടെയും പേരിലായിരുന്നു അധിക്ഷേപം. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും അവസാനം നിതിൻ രാജ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടലിന് ഇരയാകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അധ്യാപികയുടെ ഫോണിലേക്ക് ലോൺ ആപ്പിൽ നിന്നുള്ള നിരന്തരമായ കോളുകളുടെ അടിസ്ഥാനത്തിൽ അധ്യാപിക പ്രിൻസിപ്പലിന് പരാതി നൽകുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നിതിൻ രാജിനെ വിളിച്ച് വരുത്തുകയും ഈ ഘട്ടങ്ങളിലെല്ലാം ലോൺ ആപ്പിൽ നിന്ന് കോളുകൾ വന്നിരുന്നു. ഈ സമയത്ത് നിതിൻ രാജിന്റെ മൊബൈൽ ഫോണും അധ്യാപകർ പരിശോധിക്കുന്ന രംഗങ്ങളൊക്കെ CCTV ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ നിമിഷം പുറത്തേക്ക് വരുന്നത്. നിതിൻ രാജിനെ മാനസികമായി അധ്യാപകർ ആക്രമിച്ചിരുന്നുവെന്നും നിരന്തരമായി ജാതി പറഞ്ഞും സാമ്പത്തികമായ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് നിതിൻ രാജിനെ ക്യാമ്പസിൽ മുൻപും വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ അധ്യാപകർ റാം അടക്കമുള്ള അധ്യാപകർ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെ തന്നെയാണ് നിതിൻ രാജിന്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും പുറത്തുവരുന്നത്.